ഒരിക്കൽ എൻ്റെ ഒരു പേഷ്യൻ്റ്, ഞാൻ ഈ മുട്ട് മാറ്റി കഴിഞ്ഞാൽ ഉറക്കക്കുറവ് സാധാരണഗതിയിൽ വളരെ കോമണാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ ഡിസ്ചാർജ് ആക്കുമ്പോൾ തന്നെ പറയും 2-3 മാസത്തിന് ഉറക്കം കുറവായിരിക്കുമെന്ന്. പക്ഷെ ഒരു ഉപ്പ തീരെ ഉറങ്ങണില്ല, മരുന്ന് കൊടുത്തിട്ടും ഒരു നിലക്കും ഉറങ്ങണില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, കാരണം ഞാൻ രാത്രി മുഴുവൻ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ ഉറക്കൊഴിച്ചിരിക്കുകയാണ്. മൂപ്പര് പകൽ കിടന്നുറങ്ങും, രാത്രി ഒരു നിലക്കും ഉറങ്ങില്ല. അപ്പോൾ ഞാൻ ഉമ്മാനോട് വെറുതെ ചോദിച്ചു, എന്താണ് ഉമ്മ മൂപ്പര് ഉറങ്ങാത്തത്? അപ്പം ഉമ്മ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, മൂപ്പര് കുറേ കാലമായിട്ടുള്ളൊരു ശീലാണ്. ഒരു 3:30-4 മണിയാകുമ്പോൾ മൂപ്പര് എണീക്കും. എന്നിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഒരു ബാങ്ക് കൊടുക്കണതിൻ്റെ അരമണിക്കൂർ മുമ്പ് മൂപ്പര് പള്ളിയിൽ പോകും. പള്ളിക്ക് പോണ വഴിയിൽ മൂപ്പര് ഖബർസ്ഥാനിൽ കയറിയിട്ട് വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം ഒരുക്കും വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് സാധാരണ സുബൈ ബാങ്ക് കൊടുക്കുക. അപ്പം അത് കുറച്ച് ദിവസമായിട്ട് ഇപ്പം മുടങ്ങിക്കിടക്കണം. അതിൻ്റെ ഒരു നല്ല വിഷമം മൂപ്പർക്ക് ഉണ്ട്. അതാണ് മൂപ്പര് ഉറങ്ങാത്തതെന്ന് തോന്നണമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അത് കേട്ടപ്പോഴേ സുബൈൻ്റെ മുമ്പ് വാപ്പാൻ്റെ ഖബർമ പോയിക്കണീൻ്റെ പുണ്യത്തെ പറ്റിയുള്ള ഹദീസ് പറയാനല്ല സഹോദരങ്ങളെ, അങ്ങനെ ഒരു പുണ്യമൊന്നും പഠിപ്പിക്കപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ആ മനസ്സ് നോക്കി. ഇന്ന് വാപ്പാനും ഇമ്മാനും നോക്കാൻ പോലും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത ഈ കാലത്ത് ഒരാൾ സുബൈൻ്റെ മുമ്പ് തന്നെ എണീറ്റ് പോയി ആ ഖബർസ്ഥാനിലിരുന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം, അത് ചെയ്യാൻ പറ്റാത്തത്, അത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലം, അത് ചെയ്യാത്തതിൻ്റെ പേരിൽ, പറ്റാത്തതിൻ്റെ പേരിൽ ഉറക്കം പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പം, അങ്ങനത്തെ കുറേ മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത് സഹോദരങ്ങളെ. കാരണം അത്രയും ശക്തമായ താക്കീതാണ്, അല്ലെങ്കിൽ കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന കൽപ്പനയോട് ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത്. വളരെ എത്ര ഗൗരവമാണ്. നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്നല്ല, അല്ലേ, നിങ്ങൾ സ്വതക്ക കൊടുക്കണമെന്നല്ല അതിനോട് ചേർത്ത് പറഞ്ഞത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഹറൂഫ, അല്ലേ, അവരോട് മാതാപിതാക്കൾ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അള്ളാഹുവിന് ഏറ്റവും വെറുത്ത കാര്യമാണ്, അല്ലെങ്കിൽ നരകം നിർബന്ധമാകുന്ന കാര്യമാണ് ശിർക്ക് എന്നത്. അത് ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് പറയുമ്പം ആ ബാധ്യത എത്രയാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും.